മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. മനോഹരമായ ഒരു ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മുറിയിൽ 4 മെഴുകുതിരികൾ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ 4 മെഴുകുതിരികളും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ പറ്റുന്നത്ര സോഫ്റ്റ് ആയിരുന്നു ആ മുറിയിലെ ആംബിയൻസ് അല്ലെങ്കിൽ അന്തരീക്ഷം. ഈ മെഴുകുതിരികൾ തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഒന്നാമത്തെ മെഴുകുതിരി പറഞ്ഞു, എൻ്റെ പേർ പീസ് അല്ലെങ്കിൽ സമാധാനം എന്നാണ്. എന്നെ പ്രകാശിപ്പിച്ച് വെക്കുവാൻ ആർക്കും പറ്റുമെന്നും തോന്നുന്നില്ല. ഞാനിപ്പോൾ കെട്ടുപോകും. ആ മെഴുകുതിരിയുടെ തീനാളം ചെറുതായി കെട്ടുപോയി. രണ്ടാമത്തെ മെഴുകുതിരി പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ പേർ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്നാണ്. ഇന്നത്തെ കാലത്ത് എൻ്റെ സാന്നിധ്യം ആർക്കും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആരും എൻ്റെ ബലത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല. എനിക്കും നിലനിൽപ്പുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ കാറ്റടിച്ചപ്പോഴേക്കും ആ മെഴുകുതിരിയും കെട്ടുപോയി. മൂന്നാമത്തെ മെഴുകുതിരി സങ്കടത്തോടെ മൊഴിഞ്ഞു, എൻ്റെ പേർ ലവ് അല്ലെങ്കിൽ സ്നേഹം എന്നാണ്. എനിക്ക് കത്തി പ്രകാശിച്ച് നിൽക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ്. ആളുകൾ എനിക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല, എന്നെ ഉപയോഗിക്കുന്നതേയില്ല. മാത്രമല്ല എന്നെ അവഗണിക്കുകയും ചെയ്യുന്നു. ഞാനും ദാ കെട്ടുപോകുന്നു. ആ മെഴുകുതിരിയും അണഞ്ഞു. ഈ സമയത്ത് ആ മുറിയിലേക്ക് ഒരു കുട്ടി കയറി വന്നു. 4ൽ 3 മെഴുകുതിരികളും അണഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവനാകെ സങ്കടമായി. എന്തിനാണ് നിങ്ങളെല്ലാം കെട്ടുപോയത്? അവസാനം വരെ നിങ്ങൾ എല്ലാവരും കത്തി നിൽക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവൻ കരയുവാൻ തുടങ്ങി. അപ്പോഴും കത്തി നിൽക്കുന്ന 4ാമത്തെ മെഴുകുതിരി കുട്ടിയോട് പറഞ്ഞു, നീ വിഷമിക്കല്ലേ മോനെ, ഞാൻ കത്തി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ 3 മെഴുകുതിരികളും വീണ്ടും കത്തിക്കാം. എൻ്റെ പേരാണ് പ്രത്യാശ അല്ലെങ്കിൽ ഹോപ്പ്. അതീവ സന്തോഷത്തോടെ ആ കുഞ്ഞ് പ്രത്യാശ എന്ന മെഴുകുതിരി കൊണ്ട് കെട്ടുപോയ സമാധാനം, വിശ്വാസം, സ്നേഹം എന്നീ മെഴുകുതിരികൾ വീണ്ടും കൊളുത്തി. നമ്മളും ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിലും തീരെ സമാധാനമില്ലെങ്കിലും വിശ്വാസം പാടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും സ്നേഹം എന്ന കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ഥാനമേ ഇല്ലെങ്കിലും പ്രത്യാശ കൈവിടാതിരുന്നാൽ അതുപയോഗിച്ച് ഈ കെട്ടുപോയതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കുവാൻ പറ്റും. ഈ ഒരു ആശയത്തെക്കുറിച്ച് നിങ്ങളിൽ പലരും ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഈ ഒരു കാര്യം വീണ്ടും സ്വയം ഓർമ്മപ്പെടുത്തുക എന്നത് നമുക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനായി നമുക്ക് നിത്യവും ശ്രമിക്കാം. എന്താ? ഈ ഒരു ആശയം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.